എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി. അത് എൻ്റെ അളിയൻ്റെ മോനാണ് മരിച്ചത്. എൻ്റെ അളിയൻ്റെ മോനാണ് മരിച്ചത്. ഈ ലൈൻ കമ്പി ഇനി ഒരിക്കലും ഇതിനെ മണ്ടക്കൂടെ വരാൻ പാടില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഇനി തൊട്ടപ്പുറത്താണ് താമസിക്കുന്നത്, തൊട്ടപ്പുറത്ത്. അങ്ങേർക്ക് അത് കാണാൻ വയ്യെങ്കിൽ പിന്നെ എന്തുവാ ഈ ഭൂമിയിൽ? MLA അങ്ങേർക്ക് അറിയാൻ വയ്യ. പോയത് പോയി. അല്ല ചുടുകൂടെ പഠിക്കുന്ന ചെറുക്കനായിരുന്നു, നല്ല സ്നേഹമുള്ള. എൻ്റെ മുമ്പിൽ കൂടെ രാവിലെ ഞാൻ ചായ കുടിക്കുമ്പോൾ അമ്മ കൈയെടുത്ത് കാണിച്ചിട്ട് അമ്പലത്തിൽ പോന്നെ. ഇത് അഴിച്ചു മാറ്റണം, ഇത് അഴിച്ചു മാറ്റാൻ പറ്റത്തുള്ളൂ. ന്യൂസ് ചാനലുകളിൽ വലിയ ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ ചാനലുകളിലൊക്കെ വന്നേക്കുന്നത് ഇത് അഴിച്ചു മാറ്റിയതാണ്. അഴിച്ചു മാറ്റിയിട്ടില്ലല്ലോ. ഇത് അവിടെ അഴിച്ചു മാറ്റിയ ലൈൻ ഓഫ് ചെയ്തതാണ്. ഇത് ലൈൻ ഓഫ് ചെയ്തതാണ്. ഇത് മാറ്റണം. ഇത് മാറ്റിയേ പറ്റത്തുള്ളൂ. ഇവിടുന്ന് ഇനിയെങ്കിലും അടുത്ത പിള്ളേർക്ക് ഒരു ഇത് വരലും. അവനാ പോയി. ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് ഇനി എന്താ അറിയേ എനിക്ക്. ഞാനിവിടെ വന്നിട്ട് കൊല്ലക്കാരനല്ല. ഞാൻ 16 കൊല്ലം ഇവിടെ താമസിക്കുന്നത്. ഞാനിതെല്ലാം എൻ്റെ മോന് മൈനാപ്പള്ളി സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ ആദ്യം അറിഞ്ഞത് എൻ്റെ മോനാ മരിച്ചത് ഞാൻ അറിഞ്ഞത്. പിന്നെ അറിയുന്നത് എൻ്റെ അളിയൻ്റെ മോനാണ്. ഞാനപ്പോൾ 2 മണിക്കാണ് അറിയുന്നത് എൻ്റെ കുഞ്ഞാ മരിച്ചത്. ഞാനപ്പോൾ ഞെട്ടിപ്പോയി. ഇന്ന് രാവിലെ 2 പേരാ കൈ പിടിച്ച് അങ്ങോട്ട് പോയപ്പോൾ അമ്മ പറയാ രാവിലെ അമ്പലത്തിൽ പോവുക. എന്നും രാവിലെ അമ്പലത്തിൽ പോകും. എനിക്ക് അതേ ഉള്ളു. മാമ എടാ ഞാൻ ചോദിച്ചാ അപ്പൻ എന്ത് ചെയ്യും? അപ്പൻ ജോലിക്ക് വന്നിട്ട് ഒരുങ്ങുന്നു. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ആ കുഞ്ഞ് പോയപ്പോഴാ ഇനി ആരുണ്ട്? ആ ഇളയറൊക്കെ ആ മരിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഇളയറക്കനെ ഞാൻ കണ്ടത്. ഞാൻ ചോദിച്ചാൽ എന്തിടാ ചേട്ടൻ? അവൻ കുളിക്കുവാണ്. ഇത്രയൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ പിന്നെ എന്തിനാ ഇവിടെ ഇരിക്കുന്ന മാമനാന്നും പറഞ്ഞ്. പുതിയ ബിൽഡിംഗ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ പോലും കുട്ടികളുടെ എണ്ണം വളരെ കുറയുന്നത്. അതിലൊരു കാരണം ഇപ്പം ഇവിടെ തൊട്ടടുത്തൊരു കേരള സിലബസ് പഠിപ്പിക്കുന്ന ഒരു അൺഎയ്ഡഡ് സ്കൂളുണ്ട്. അവിടേക്കാണ് കുട്ടികൾ പോകുന്നത്. ഞങ്ങൾ ക്യാൻവാസിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ കുട്ടികൾ പോകുന്നുണ്ട്. ചോദിക്കാൻ പറയുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് സുരക്ഷ വേണമെന്നാണ് പറയുന്നത്. അതിനകത്തല്ല അവർ ഈ ജനുവരി ഇപ്പോൾ ഞങ്ങൾ ക്യാൻവാസിന് പോയ സമയത്ത് തന്നെ കണ്ടതാണ്. അവർ ഈ നമ്മുടെ ജൂണിലേക്കുള്ള കുട്ടികളെ ക്യാൻവാസിന് പോയപ്പോഴാണ് പറയുന്നത് ഇങ്ങോട്ട് വിടുന്നില്ല. ഇങ്ങോട്ട് മീൻസ് പൊതുവിദ്യാലയങ്ങളിലേക്ക് അവർ വരുന്നില്ല, അവർക്ക് സുരക്ഷ വേണം. അതുകൊണ്ട് അവർ തൊട്ടടുത്തുള്ള ഇതേ കേരള സിലബസ് പഠിക്കുന്ന സ്കൂളിലാണ് അവർ ഫീസ് കൊടുത്ത് പഠിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അത്രയും ഇപ്പോൾ ട്യൂഷൻ സെന്റർ നടത്തുന്ന ഒരാൾ കൂടിയാണ്, അതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ പിണറായി സർക്കാർ അടക്കം പറയുന്നത്, ഇപ്പോൾ പുതിയ ഗവൺമെൻറ് പറയുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ പൊതുവിദ്യാലയങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, കൂടുതൽ കുട്ടികൾ വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള അനാസ്ഥകൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. നമ്മുടെ തൊട്ടടുത്തുള്ള ഞാൻ പറഞ്ഞത് ഈ സ്കൂളിനോട് ചേർന്നുള്ളൊരു വലിയ അൺഎയ്ഡഡ് സ്കൂളുണ്ട്. അത് CBSE ആണ്. തൊട്ടടുത്തൊരു കേരള സിലബസ് അൺഎയ്ഡഡ് സ്കൂളും ഉണ്ട്. ഈ 2 സ്കൂളിലേക്ക് കുട്ടികൾ ഒരുപാട് പോകുന്നു. ഈ സ്കൂളിലേക്ക് കുട്ടികൾ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് മാനേജ്മെൻറ്റ് കമ്മിറ്റി തീരുമാനിക്കുക എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അവർ പഠിക്കണം, എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് കുട്ടികൾ വരാത്തത്, അതിനുള്ള പിന്നിലുള്ള കുഴപ്പം എന്താണ്. നമുക്ക് തൊട്ടടുത്ത് 2 ഫീഡിംഗ് സ്കൂളുണ്ട്. 7ാം ക്ലാസ് കഴിഞ്ഞ് UP സ്കൂളാണ്. അവരുടെ കുട്ടികൾ ഇങ്ങോട്ടാണ് വരേണ്ടത്. പക്ഷേ അവിടുത്തെ അധ്യാപകരും പറയുന്നത് ഇങ്ങോട്ട് കുട്ടികൾ വരുന്നില്ല. നമ്മുടെ ഇതിനകത്തുള്ള മാനേജിംഗ് കമ്മിറ്റി പൂർണ്ണമായിട്ടും മാറുക. ശരിയായ മാനേജിംഗ് കമ്മിറ്റി, അതായത് ഉത്തരവാദിത്വം നേരത്തെ ഉള്ളവരുണ്ടായിരുന്നു. PK ഗോപൻ അടക്കമുള്ള ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ അടക്കമുള്ളവരെടുത്ത് മാനേജ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള മാനേജിംഗ് കമ്മിറ്റി നിലവിൽ തരിക. അവർ സ്കൂളിൽ വേണ്ട കാര്യങ്ങൾ നീക്കുക. പിന്നെ രാഷ്ട്രീയ നിയമനം ഒരു വലിയ ഘടകമാണ്. മാനേജർ വരുമ്പോഴും ചിലപ്പോൾ മാനേജർ സംസ്ഥാന കമ്മിറ്റിയിലെ ആളുടെ ഭാര്യ ആയിരിക്കും ഇവിടുത്തെ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ നോൺ ടീച്ചിങ് സ്റ്റാഫായിട്ടുള്ളത്. അപ്പോൾ അവരോട് പറയാൻ ഇവിടുത്തെ മാനേജർക്ക് പക്ഷേ വോയിസ് ഇല്ലാതെ അവരെക്കാൾ മുതിർന്നുള്ളവരാണ് ഇപ്പോൾ അത് സ്റ്റാഫായിട്ട് വരുന്നത്. അപ്പോൾ മാനേജർ അവിടെ ഒരു ഒപ്പിടാൻ വേണ്ടി മാത്രമുള്ള റബ്ബർ സ്റ്റാമ്പായിട്ട് മാത്രം മാനേജർ വർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ദിവസവും ഓരോ വാർത്തകളാണ് വരുന്നത്. അപ്പോൾ ഇതൊരു വാർത്തയുണ്ടായി, ഇതിന് മുമ്പ് മറ്റൊരു വാർത്തയുണ്ടായി. പുറത്തു വരാൻ പറ്റാത്തൊരു വാർത്തയാണ് മീഡിയ സ്കൂളോട് ബന്ധപ്പെട്ട്. അന്ന് ഒരുപാട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അല്ല, അത് പറയാൻ പറ്റാത്തൊരു വാർത്തയാണ്. അപ്പം ആ വാർത്തയും ഒക്കെ അതൊക്കെ സ്കൂളിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടായി. നെഗറ്റീവ് ഇമ്പാക്റ്റ് ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഓൾറെഡി ഭയങ്കര നെഗറ്റീവ് ആവും. നമ്മുടെ അധ്യാപകർ തന്നെ പറഞ്ഞത് അവിടെ എത്ര ഡിവിഷൻ ഫാൾ പോകുന്നത് അടുത്ത വർഷം കാത്തിരിക്കണമെന്നാണ്. ഡിവിഷൻ ഫാൾ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, രക്ഷാകർത്താക്കൾക്കാണെങ്കിലും പേടിയാണ്, നമ്മുടെ കുട്ടിയാണെങ്കിലും പേടിയാണ്. 8ാം ക്ലാസ്, 8 അല്ലെങ്കിൽ 10 ഒരുപാട് ദയനീയ അവസ്ഥയാണ് കാണുന്നത്. ഇവിടെ 5 മുതൽ 10 വരാണുള്ളത്.
ഇത്രയും കുട്ടികൾ പഠിക്കുമ്പോൾ ഒരു സേഫ്റ്റി ഇല്ലായ്മ ഉണ്ടെന്ന് ആൾക്കാർ പേടിക്കുന്ന ആൾക്കാരും പേടിയാണ് ഇങ്ങോട്ട് വിടാനായിട്ട്. ഓരോ വാർത്തകൾ ദിനംപ്രതി നെഗറ്റീവ് വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഇങ്ങനൊരു വാർത്തകൾ വരുമ്പോഴേ ഗവൺമെൻറ് സ്കൂളിലോട്ട് വിടാൻ കുട്ടികളെ താല്പര്യം കുറവ് കാണിക്കുന്നു. തീർച്ചയായിട്ടും ഇത് കാരണം കുട്ടികളുടെ സേഫ്റ്റി അല്ലേ അവരുടെ പ്രധാനം നോക്കുന്നത് അവരുടെ കുട്ടികളുടെ സേഫ്റ്റിയാണ്, അധ്യാപകരുടെ നോക്കുന്ന കുട്ടികളുടെ സേഫ്റ്റിയാണ്, അധ്യാപകരുടെ ഒത്തൊരുമയാണ്. ഇത് രണ്ടും ഇല്ലാതാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വേറെ എന്തെങ്കിലും നീക്കം നടത്താൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ എന്തായാലും ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, നാട്ടുകാരുടെ കൂടി ആവശ്യമാണല്ലോ സ്കൂള് കുറച്ചുകൂടി മികച്ചതാവേണ്ടത്. അതിനകത്ത് നാട്ടിലെ എല്ലാ പൗരപ്രമാണിമാരല്ല ഇത് ഈ 117 വർഷത്തോളം 917 സ്ഥാപിത സ്കൂള് ഒരു നൂറ്റാണ്ടിനപ്പുറം ഉള്ളവർ, അതിനകത്ത് ഒരു 70 വയസ്സുള്ളവർ അതിനിവിടെ പഠിച്ചിട്ടുള്ളവരാണ്.